ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ചെവിക്ക് കുടിക്കും. എങ്ങനെ ഡബ് ചെയ്ത് എത്ര പാടുപെട്ടാന്ന് ആലോചിച്ചു. ഒന്നുമില്ലെങ്കിൽ അതുവഴി ഒന്ന് പോകുന്നതായിട്ടെങ്കിലും കാണിക്കണം. പഴയ പറയുന്നതാ പോകുന്നെങ്കിലും പറഞ്ഞാൽ മതി. ഇല്ല, ഒരു ഷോട്ടെങ്കിലും വരണ്ടേ. ഞാനിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അമീനോട് പറയാല്ലേ, ഇപ്പൊ പറഞ്ഞത് എനിക്ക് എന്താ പറഞ്ഞതെന്ന് അറിയാൻ പറ്റിയ വലിയ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും വലിയ സാക്ഷിയാണ്. നമ്മളൊക്കെ അതൊരു കുറെ കൂടെ വയസ്സാവല്ലോ. ഇതവ ഞാൻ എവിടെയോ കണ്ടു എന്നൊന്നും ആവല്ലേ പൊന്നു മോനെ. അതല്ല സത്യം. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ പടങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ വ്യസന സമയത്ത് അതിനകത്തേക്ക് നമ്പർ ഓഫ് സീൻസ് അല്ല. പക്ഷെ നമ്മൾ റോള് കേൾക്കുമ്പോൾ അയ്യോ ഇത് പടം കഴിഞ്ഞാലും നമ്മളെ ഓർക്കുന്നുള്ള ഒരു ധാരണ വരും. അങ്ങനെ ഏതായാലും ഈ പടം എൻ്റെ ഒരു നല്ല സമയത്ത് തന്നെ വന്നതാണ്. അപ്പോൾ സമയം നല്ലതായിരിക്കും. അതായത് ജീവിതത്തിൽ അയ്യോ എൻ്റെ മോനെ. അല്ല അതൊക്കെ ശരിയാണ്. 35 കൊല്ലം മുമ്പ് ഒരു സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചതാണ് ഞാൻ. പക്ഷേ അതിനൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെ എവിടെങ്കിലും നിൽക്കുമ്പോൾ ജനം ഇപ്പോഴും മല്ലിക ചേച്ചി, മല്ലികാന്റി, മല്ലികാമ്മ, അമ്മൂമ്മ എന്ന് വിളിക്കുന്ന ഒരു നടിയും ആ നടിയുടെ കുഞ്ഞും 2 പേര് എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുന്നില്ല. അമ്മ ആൻറ്റി എന്ന് വിളിക്കുന്നെങ്കിൽ മോൾ അമ്മൂമ്മ എന്ന് വിളിക്കണം. അമ്മയെ മോളും കൂടെ ആൻറ്റി എന്ന് പറഞ്ഞല്ലേ. പ്രായം കൂടുന്തോറും നമ്മളോടുള്ള സ്നേഹം കുറയാതിരുന്നാൽ മതി. ഞാൻ ആരുമായിട്ട് ഒരു ഉടക്കിനും പോകത്തില്ല. വിഷമം തോന്നുമ്പോൾ ഉള്ള കാര്യം മുഖത്ത് നോക്കിയൊക്കെ പറയും. ഇത്രയേ ഉള്ളൂ. അയ്യോ സാഗറിന്റെ സാഗർ അസലായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രയൊക്കെ എക്സ്പ്രഷൻ വരുന്ന പോലെ നമ്മൾ ആ സീനിന്റെ എന്തിനാണ് നമ്മളീ കിടന്ന് ഷൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് വരണ്ടേ. അപ്പൊ അത്രയും വരുന്നതില്ല. ഒന്നും കൂടെ ആകുമ്പോ കുറച്ചും കൂടി ഒന്ന് ഒച്ചത്തിൽ പറയുന്നത് പറയും. ഞാൻ പറഞ്ഞു പറ ഒച്ചത്തിലത് പോകും. ഏതായാലും അത് ശരിക്കും ഇവരുടെ പെർഫോമൻസ് ആണ് നമുക്ക് കൂടെ ഒരു കൂടുതൽ. ഇവര് 3 പേരും കൂടെ നിന്ന് പൊരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളെ കൂടെ ഒരു രസത്തിലൊക്കെ ചെയ്തു പോകും. ഡബിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് പേര് വലിയ സ്റ്റാർസ് ചേച്ചി എന്നെ ഇങ്ങനെ 2 സൗണ്ട് ആക്കിയെന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. സത്യം പറയാം. ഞാൻ പറഞ്ഞത് അതിങ്ങനെ ഒരു മൂച്ചിലൊക്കെ ചെയ്തതാണ്. വയസ്സായതൊന്നും അപ്പൊ ഓർത്തില്ല. രാജുവിന്റെ പ്രൊഡക്ഷൻ കുരുതിയിൽ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല പറഞ്ഞു സത്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞു ഗണപതിയെ കുറിച്ച് പടങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാരെ കുറിച്ച് സീത അടക്കമുള്ളവരെ കുറിച്ച് പറയും. അതങ്ങനെ വലിയ ഇഷ്ടമാണ് സത്യം പറയാം. ഞാൻ എൻ്റെ മകനായിട്ടല്ല, മിടുക്കന്മാര് കുട്ടികൾ വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മോൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. എന്നും നമുക്കൊരു 3-4 സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കോടികൾ മുടങ്ങി പടം എടുക്കാൻ പറ്റൂ. അത് നടക്കുന്ന കാര്യമല്ല. ഇൻഡസ്ട്രി വളരണം. ഇപ്പൊ പണ്ടുണ്ടായിരുന്നു സത്യമാഷിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരുടെ കൂടെ. അത് കഴിഞ്ഞ് അടുത്ത തലമുറ വന്നു. സോമേട്ടൻ, സുഖേട്ടൻ, അവരുടെ കൂടെ ഞങ്ങളൊക്കെ അഭിനയിച്ചു. ഇപ്പൊ അതാണ് എനിക്ക് തന്ന വലിയ ഈശ്വരാധീനം. ഇവരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. 3-4 ഒക്കെ ആയി. അപ്പൊ അതുകൊണ്ട് തലമുറകളായിട്ട് പുതിയ മിടുക്കന്മാര് പിള്ളേർ വരട്ടെ. இது வந்து basically as I said the entire credit of this stone bench associating with Pragampanam is purely Karthikeyan. அவர் சொன்னார்ல, அவர் மீட் பண்ணிட்டு இந்த கான்செப்டை கேட்டு ஒரு நாள் நாங்கள் கேஷுவலாக பேசும்போது சொன்னாங்க இந்த மாதிரி ஒரு கான்செப்ட் ஒன்று இருக்குது அப்படின்ற மாதிரி சொல்லி இதில் படம் பண்ணுறாங்கன்னு சொன்னாங்க. ஸோ எனக்கு அதே எக்ஸைட்மெண்ட் இருந்துச்சு. லைக் சேம் தான். லைக் வந்து எப்படி how they are going to build a story with this concept. பட் ஆனால் டெஃபினட்டாக வந்து ஒரு யங் க்ரௌடு, ஒரு காலேஜ் ஹாஸ்டல் அதெல்லாம் வரும்போதே ஐ யூஸ்வலி லைக் தட் கைண்ட் ஆஃப் ஃபில்ம். ஸோ அந்த மாதிரி பண்ணும்போது ஐ வாஸ் கான்ஃபிடென்ட் ரைட் ஃப்ரம் ஜஸ்ட் லிசனிங் டு த ஒன் லைன் தட் திஸ் ஃபில்ம் வில் நல்ல படமாக வரும் அப்படின்ற நம்பிக்கை அப்போதே இருந்துச்சு. அண்ட் ஆல் த கேஸ்ட் அண்ட் குரூப் மெம்பர்ஸ் இவங்கெல்லாம் பார்த்ததுக்கப்புறமும் அண்ட் ஐ சா லைக் ஒரு 10 minutes ஆஃப் ஃபுட்டேஜ் இனிஷியலி. அப்போ வரும்போதே வந்து ஐ ஃபெல்ட் வெரி அந்த ஒரு வைப் இருந்துச்சு. அந்த சூப்பராக இந்த படம் கண்டிப்பாக சூப்பராக ஓடுன்ற நம்பிக்கை எல்லாருக்கும் இருந்துச்சு. ரொம்ப என்ஜாய் பண்ணேன் நான் அந்த படம். நான் இத்தனைக்கும் நான் வந்து பிஃபோர் தேட்டருக்கு வரதுக்கு முன்னாடியே நான் வந்து ஒரு ஒர்க்கிங் வெர்ஷனே பார்த்தேன். அதுலேயே வந்து இந்த ஹியூமர் எவ்ரி திங் வாஸ் ஆன் பாயிண்ட் அண்ட் ரொம்ப சூப்பராக கனெக்ட் ஆச்சு. அண்ட் ஆல் த பெர்ஃபார்மன்ஸஸ் வாஸ் சூப்பர். எப்படி இருந்தது? ஐ மீன் அதான் நான் சொன்ன மாதிரி வந்து மேம் வந்து இட்ஸ் பிக் பிளெஸிங் ஃபார் திஸ் ப்ராஜெக்ட் அண்ட் ഷീസ് എ ലെജൻഡ്. അതാ ഞാൻ പറഞ്ഞ ഈ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ സ്വപ്നം കണ്ടതിലും ഈ പറഞ്ഞ ഞാനും കണ്ട് സ്വപ്നം കണ്ടതിലൊക്കെ അപ്പുറത്തുള്ളൊരു പൊസിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഫസ്റ്റായിട്ടാണ് ഒരു ത്രൂ ഔട്ടായിട്ടൊരു പരിപാടി ചെയ്യുന്നത്. അതിന് ഇത്ര ഹിറ്റാവുക എല്ലാവരും
പണിയുക, എല്ലാവരും അതിനെ എടുത്തു പറയുക. ഒരുപാട് താങ്ക്സ് വിജി ചേട്ടനോടും ശ്രീഹരി ചേട്ടനോടും എല്ലാവരോടും. ഞാൻ എനിക്ക് അറിയാൻ എന്താ പറയേണ്ടതെന്ന്, ഇത്രയും ആൾക്കാർക്ക് അതുകൊണ്ട് ഒരുപാട് താങ്ക്ஸ். ஆக்சுவலாக நல்லவன் கிடையாது. அதாவது படம் பார்த்து முடிச்சிட்டோம், நானும் ஸ்ரீஜித்தும் பார்த்துட்டு டைரக்டர்கிட்ட போய் சின்ன எடிட் ஒன்று சொல்லணும். அது ஏன்னா கார்த்திக் ஸ்கூல்ன்றதுனால அதெல்லாம் சொல்லவே முடியாது, பயம்தான் வரும் சொல்றதுக்கு எங்களுக்கு. எப்படிதான் சொல்லலாம் அப்படின்னு சொல்லிட்டு டைரக்டர் போயிட்டு ஒரு சின்னதாக ஒரு சீனு அதை மட்டும் ரிமூவ் பண்ணிடுங்க அப்படின்னும். டைரக்டர் ஆக்சுவலாக ஒன்றுமே சொல்லிட்டு இல்லை இதை ரிமூவ் பண்ணோன்னா என்னங்க என்ன பிரச்சனை அப்படின்னு. இல்லை இந்த காஸ்டிங் சொன்னது அவர் தான், இதை எடுத்துட்டோன்னா அப்புறம் அவங்க வரலைன்னா அப்புறம் அவர்கிட்ட தான் பதில் சொல்லணும் அப்படின்றாங்க. இந்த ஃப்ரீடம் ஆஃப் ப்ரொடியூசர் ஸ்ரீஜித் எந்த அளவுக்கு கொடுத்துருக்காருன்னா அவருக்கு எல்லா காஸ்டிங்கும் கொடுத்துருக்காரு. இவர் காஸ்டிங்கிறதுனால நிறைய பேரை உள்ள படத்துக்குள்ள கொண்டு வந்திருக்காங்க. இதை எதை எடுக்க முடியும் எடுக்க முடியாதுன்னு நம்ம யாருக்குமே தெரியல. அதனால he is a culprit actually. He is genuinely a very good culprit actually. அது கடைசியில ஏன்னா அவர் தூக்கிட்டார், ஏன்னா அவர் தேவையில்லைன்னு தோணுச்சு, அதனால தூக்கிட்டார். பட் இன்னொன்று, இப்போ நாங்கள் தமிழ்நாட்டிலேருந்து வந்திருக்கோம் இல்லைங்களா, எங்களுக்கு முதல்ல தமிழ்நாட்டில் சேட்டான்னு நாங்கள் பழக்கப்பட்ட எங்களோட ஃபேமிலி அப்போ நாங்கள் சொல்லிக்கிறதுனா எடிட்டர் விவேக் ஹர்ஷன் அவர்கள். அவர் இங்கே போயிட்டோம்னா இதெல்லாம் அங்கேயும் பண்ணுவோம், இங்கேயும் இதை பண்ணுறோம். நேஷனல் அவார்ட்லாம் வாங்கியிருக்காங்க எங்களுக்காக. பட் he just came and he left anyhow. Thank you. വെച്ച് ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സമയത്ത്, സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ശങ്കർ ശർമ്മ, അയാൾ എന്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ഇതിന്റെ ഓരോ സമയത്തും അപ്ഡേഷൻ അറിയിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇത് ആരെ വെച്ച് ചെയ്യണം എന്ന രീതിക്ക് നമ്മൾ നോക്കുന്ന സമയത്താണ് ശങ്കറാണ് മല്ലികാമ്മയെ സജസ്റ്റ് ചെയ്തത്. അതിന് മുന്നേ പല ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ ശങ്കറാണ് നമുക്ക് മല്ലികാമ്മയെ സജസ്റ്റ് ചെയ്തത്. താങ്ക് യു മാൻ. അതെനിക്ക് നിങ്ങളൊന്ന് പറയണം. ചില പടം ഇറങ്ങിയിട്ട് പിറ്റേ 24 മണിക്കൂർ മുമ്പ് 28 കോടി കിട്ടുന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ വരുന്നത് എനിക്ക് ഒരു പിടിയില്ല, സത്യം പറയണം. കാരണം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് മറ്റോ അല്ല എമ്പുരാനെ കണ്ട് മറ്റേ പടം അങ്ങനെ കൂടി ഇതിന്റെ കൃത്യ കണക്കുകൾ കിട്ടും. ഇതൊക്കെ ഇത് സത്യസന്ധമായിട്ടുള്ള തുകയൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാൻ വല്ല പാടുണ്ടോ? ഇത് ഇന്ന് 3 ഷോ കഴിയുമ്പം ഇതാണ് ഇക്കൊല്ലത്തെ ഹിറ്റ് 43.72 കോടി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളപ്പോ സന്തോഷമാണ്, അയ്യോ ഭാഗ്യം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നമുക്ക് മാന്യത. സത്യം പറയാം, അതിനകത്ത് നിങ്ങൾ തർക്കിച്ചു കഴിഞ്ഞാൽ ഇവിടെ അന്തോ ഇല്ലാത്ത പോലെ പോകും. അതൊക്കെ വെറുതെയാണ്. ഒരു പടം ഇത്ര ദിവസം ഓടിയാൽ ഇത്ര സെറ്റ് തിയേറ്ററുകളിൽ ഓടിയാൽ കിട്ടുന്ന പൈസ, അതിപ്പോൾ എന്തെല്ലാം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ ഉണ്ട് അല്ലേ, തിയേറ്റർ ഷെയർ ഉണ്ട്. അത് ഓരോ ഞങ്ങൾ 2 പടം പണ്ടൊക്കെ സുഖം പ്രൊഡ്യൂസ് ചെയ്ത, അത് പറഞ്ഞാൽ നല്ല രസം, പലർക്കും അറിയില്ല. ഇരകളുടെ പടം റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇരകളുടെ പടം എടുത്തപ്പോൾ സുഖോട്ടൻ്റെ നാട്ടിലെ എടപ്പാളിലുള്ളവർക്ക് ഇന്നും അറിയാം, ഒരു തിയേറ്ററിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, പ്രൊഡ്യൂസർ ഷെയർ, പിന്നെ സർക്കാരിന് പോകുമല്ലോ രൂപ. അപ്പം അതോടെ പഞ്ചായത്തുമായിട്ട് വന്നു 3 തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. സുഖമായിട്ട് ഇത് കൊണ്ടുപോയി പുള്ളി അറിയാമല്ലോ, കേട്ട കേൾവി കാണുമല്ലോ, ഇച്ചിരി ബാക്കി നിയമം പഠിച്ചിട്ടുണ്ട്, വിടുവോ, അതുകൊണ്ട് പോയി അവസാനം സുഖമായിട്ട് പറഞ്ഞിട്ട് വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പൊ 1000 കോടി കിട്ടിയാൽ നല്ല കാര്യം, ഭഗവാനെ നന്നായിരിക്കട്ടെ. പക്ഷെ ഇത് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ 48 കോടി കിട്ടിയെന്നൊക്കെ പറയാൻ അതൊക്കെ ചുമ്മാതാ. അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ ലോകം മുഴുവൻ ഈ പടം ഒരു 4 ഷോ വെച്ച് കളികളെല്ലാം മാറ്റി വെച്ച് അതൊക്കെ നടന്ന കാര്യമാണ്. അപ്പൊ കുറെ കാലം ഓടണം, ചുമ്മാ ഓടിയാ പോരാ, നല്ല ഹൗസ്ഫുള്ളായിട്ട് ഓടണം, ആൾക്കാർ കയറണം. ഇപ്പൊ പിന്നെ വിദേശത്ത് കൂടെ റിലീസ് ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ് 600-700 സെന്ററുകളിൽ അടുത്ത് കൂടെ ഒക്കെ ഓടുമ്പോൾ വരുമ്പോഴേ അതെല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ ശരിയായിരിക്കും. പക്ഷെ എന്നാലും ഈ കോടികളുടെ കണക്കിൽ കുറച്ചൊരു എക്സാജറേഷൻ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. Yeah, so even Tamil அப்படிதான் இருக்கு. I mean, I think Malayalam is more of சின்ன இந்த மாதிரி கான்செப்ட்ஸ், ஒரு சின்ன விஷயத்தை வச்சுட்டு ஒரு 2 மணி நேரம் கதை சொல்றதுக்கான விஷயங்கள் மாதிரி அந்த மாதிரி தமிழ்லையும் இப்போ நிறையா படங்கள் வருது. ஸோ அங்கேயுமே ஐ திங்க் எவ்ரி ஒன் இஸ் கிவிங் ப்ரையாரிட்டி டு த ஸ்டோரி ஃபர்ஸ்ட். Even big stars are also very keen to listening to good stories, good scripts.